അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു പിന്നാലെ താൻ പരാജയപ്പെടുത്തിയ കമല ഹാരിസിനെ പരിഹസിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. മുൻ പ്രസിഡന്റായ ജോ ബൈഡനെയും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് പരിഹസിക്കുകയുണ്ടായി. ജോ ബൈഡൻ സർക്കാരിന്റെ 78 ഉത്തരവുകൾ മരവിപ്പിച്ചതിന് ശേഷം ഒപ്പിട്ട പേന ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് വലിച്ചെറിഞ്ഞ് ആവേശം കാണിക്കാനും ഡൊണാൾഡ് ട്രംപ് മടിച്ചിട്ടില്ല. അമേരിക്കയിൽ വീണ്ടും പ്രഭാതമായി എന്ന പ്രശസ്തമായ രാഷ്ട്രീയ പരസ്യത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ട്രംപ് പ്രസംഗിച്ചതെന്നാണ് നിരീക്ഷകർ പറയുന്നത്. 1984 പ്രസിഡന്റായ ഡൊണാൾഡ് റീഗനാണ് ഈ പരസ്യവാചകം ഉപയോഗിച്ചത്. വളരെ ശാന്തമായ സ്വരത്തിലാണ് ട്രംപ് പ്രസംഗിച്ചു തുടങ്ങിയത്. ബൈഡൻ സർക്കാരിന്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെ ട്രംപ് അമേരിക്കയുടെ സുവർണ കാലഘട്ടം ആരംഭിച്ചതായി പ്രഖ്യാപിച്ചു. 8 വർഷം മുൻപാണ് ആദ്യമായി ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റത്. ഇപ്പോൾ രണ്ടാം വട്ടം പ്രസിഡന്റായി ട്രംപ് എത്തുമ്പോൾ അദ്ദേഹം ഏറെ പക്വത കൈവരിച്ചതായി പലരും വിലയിരുത്തുന്നുമുണ്ട്. ട്രംപിന്റെ എതിരാളികൾ പോലും ഇക്കാര്യം സമ്മതിക്കുമെന്നാണ് അവർ കരുതുന്നത്. താനൊരു സമാധാനകാംക്ഷിയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആശിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്നും ട്രംപ് ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. അപമാനിതനായിട്ടാണ് ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ തുടർന്നതെന്ന് ട്രംപ് വിമർശിച്ചു. 1984 ഇറാൻ തട്ടിക്കൊണ്ടുപോയി 444 ദിവസം ബന്ദികളാക്കിയവരെ ഡൊണാൾഡ് റീഗൻ തിരികെ കൊണ്ടുവന്നതുപോലെ താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാൻ ആരംഭിച്ച കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ജോ ബൈഡൻ ജിമ്മി കാർട്ടറിനെ പോലെ ദുർബലനായ ഭരണാധികാരി ആയിരുന്നുവെന്ന് കുറ്റപ്പെടുത്തിയ ട്രംപ് ബൈഡനെ അമേരിക്കയുടെ തകർച്ചയ്ക്ക് കാരണക്കാരനെന്നും വിമർശിച്ചു. സ്വന്തം കുടുംബക്കാർക്ക് അധികാരം ഒഴിയുന്നതിനു മുൻപ് മാപ്പ് നൽകിയ പ്രസിഡന്റ് ആണെന്നും പരിഹാസമുയർത്തി. കമല ഹാരിസിനെയും പരിഹസിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഒരു മടിയും കാണിച്ചില്ല. അതേസമയം അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ നിരവധി പരിഷ്കാരങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 200ഓളം ഉത്തരവുകളാണ് കഴിഞ്ഞ ദിവസം മാത്രം പുറത്തിറങ്ങിയത്. കുടിയേറ്റ നിയമങ്ങൾ മുതൽ ലിംഗസമത്വം വരെയുള്ള നിരവധി മേഖലകളിലാണ് ട്രംപ് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ ചരിത്രപരമായ നിരവധി പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു. അമേരിക്കയിലെ പല സ്ഥാപനങ്ങൾക്കും പുതിയ പേരുകൾ നൽകുകയും ചിലതിന്റെ പഴയ പേരുകൾ തിരികെ നൽകുകയും ചെയ്തു. ട്രംപിന്റെ 10ഓളം ഉത്തരവുകൾ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. കൂടാതെ ട്രാൻസ്ജെൻഡറുകളെയും ട്രംപ് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ അമേരിക്കയിൽ സ്ത്രീയും പുരുഷനും എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ജോ ബൈഡൻ ഭരണകൂടം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഇനി മുതൽ ഗൾഫ് ഓഫ് അമേരിക്ക എന്നായിരിക്കും. ഈ തീരുമാനം മെക്സിക്കോയുടെ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടിക്ടോക്കിനെ അമേരിക്കയിൽ നിലനിർത്താനാണ് അടുത്ത തീരുമാനം. സുപ്രീം കോടതി വിധിയെ മറികടന്നാണ് ഡൊണാൾഡ് ട്രംപ് ടിക്ടോക്കിനെ അമേരിക്കയിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഈ ചൈനീസ് ആപ്പ് ചൈന ചാരപ്രവർത്തനം നടത്താനായി ഉപയോഗിക്കുന്നു എന്നാണ് ട്രംപിന്റെ എതിരാളികൾ കുറ്റപ്പെടുത്തുന്നത്. അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ലാത്ത മേഖലകളിൽ ഇനി മുതൽ പണം നൽകേണ്ടതില്ലെന്നും ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകൾക്കും അമേരിക്ക ഇനി മുതൽ ധനസഹായം നൽകില്ല. ഗാസയിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്കേഴ്സ് ഏജൻസിക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കും. ഭീകര സംഘടനയായ ഹമാസുമായി ഈ പ്രസ്ഥാനത്തിന് ബന്ധമുള്ളതായി നേരത്തെ ആരോപണമുയർന്നിരുന്നു. അമേരിക്കയിൽ ജനിച്ചാൽ സ്വാഭാവികമായി പൗരത്വം ലഭിക്കുന്നതും റദ്ദാക്കിയിരിക്കുകയാണ്. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ വ്യക്തികളുടെ മക്കൾക്ക് അമേരിക്കയിൽ വെച്ചാണ് ജനനമെങ്കിൽ അവർക്ക് പൗരത്വം ലഭിക്കുന്നതാണ് റദ്ദാക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കാനുള്ളതാണ് മറ്റൊരു തീരുമാനം. ഇതിനായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അനധികൃതമായി കടന്നുകയറിയവരെ തിരിച്ചയക്കാൻ വേണ്ടി വന്നാൽ സൈന്യത്തെ നിയോഗിക്കുമെന്നും നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു.